ഒരു വട്ടം വരച്ചേ, വലിയൊരു വട്ടം ആയിക്കോട്ടെ. അതിൻ്റെ ഏറ്റവും പുറത്തെ ലെയറിൽ നിൽക്കുന്നവരുടെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. പറ്റുമെങ്കിൽ ഒരു റെഡ് മാർക്ക് കൊടുത്തേരെ. ഇതെന്താണ്? ആവശ്യമില്ലാത്തവർ. നമ്മളുടെ പ്രൊഡക്റ്റ് ആവശ്യമില്ലാത്തവരാണ് ഏറ്റവും വെളിയിലെ കാറ്റഗറിയിൽ വരുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതാണ് ഏറ്റവും ഔട്ടർ ലെയർ. ഒന്ന് ആവശ്യമില്ലാത്തവർ എഴുതിയോ? ഏറ്റവും ഔട്ടർ ലെയർ. ഇവരോട് നോ ഡീലിങ്സ്. ആവശ്യമില്ലാത്തവരോട് നമ്മുടെ പ്രൊഡക്റ്റ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നോ ഡീലിങ്സ്. അപ്പോൾ ഇവരെ വെട്ടിക്കളയാം. അത് കഴിഞ്ഞെന്താണ്? ആവശ്യമുള്ളവർ. അതിൻ്റെ അകത്തൊരു വട്ടം വരച്ചു. ആവശ്യമുള്ളവർ. ആവശ്യമുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുണ്ടോ ഇവനെ? അവൻ ആവശ്യമുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അവനെയും വെട്ടിക്കളഞ്ഞേരെ. ആവശ്യമില്ലാത്തവരും വേണ്ട, ആവശ്യമുള്ളവരും വേണ്ട. ഇനി ആവേശമുള്ള കുറച്ച് പേരുണ്ട്. ആവേശം ചാടിക്കേറി വരും. ഇവരെ ഒരു കാര്യം ചെയ്യണം, വേണ്ടെന്ന് വെക്കരുത്. ഒരു തവണത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരു തവണത്തേക്ക്. ഏത്? കൂടെ കൂട്ടരുത്. ആവേശക്കാർ കൂടെ കൂടിയാൽ ഇവരെ മറ്റൊരു പേര് വിളിക്കാം, ഇനിഷ്യൽ എന്തൂസിയാസം. ആരംഭശൂരത്വമുള്ളവരാ. ഇവർ തുടങ്ങി വെക്കും, പിന്നെ കാണത്തില്ല. അതുകൊണ്ട് ഇവരെ വേണ്ടെന്ന് വെക്കണ്ട, നമുക്ക് പാർഷ്യലായിട്ട് കൂടെ കൂട്ടാം. ആവേശം. പക്ഷേ ലോങ് ടൈം ബിസിനസ് ഇവരെ കണ്ടുകൊണ്ട് ചെയ്യരുത്. ക്ലിയർ ആണോ? ആവേശം. അത് കഴിഞ്ഞെന്താ? ആഗ്രഹമുള്ളവർ. ആഗ്രഹം വേണമല്ലോ, നമുക്ക് വേണം. അപ്പോൾ ഈ ആവേശക്കാരെ എത്ര പേരെ മതി നമുക്ക്? 20%. ആഗ്രഹമുള്ളവരെയോ 60%. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളൊരു 16ഉം 4ഉം പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് അതിയായ ആഗ്രഹമുള്ളവൻ, അതാണ് പ്രീമിയം കസ്റ്റമർ. അതിയായ ആഗ്രഹം ഉള്ളവൻ പ്രീമിയം കസ്റ്റമർ. അതിയായ ആഗ്രഹം ഉള്ളവൻ. അതിൻ്റെയും അകത്തൊരെണ്ണമുണ്ട് 4%. എത്രയാത്? ആരാത്? കൂടിയേ തീരൂ. എനിക്കിത് കൂടിയേ തീരൂ, എനിക്കിത് കിട്ടിയേ പറ്റൂ. ഇവരാരാ? അൾട്രാ പ്രീമിയം കസ്റ്റമർ. അപ്പോൾ ആവശ്യമില്ലാത്തവർ അൺവാണ്ടഡ് കസ്റ്റമർ. അൺവാണ്ടഡ്. ആവശ്യമുണ്ട്, പക്ഷെ അവൻ ആവശ്യം മാത്രമേ ഉള്ളൂ, നോൺ പ്രോസ്പെക്റ്റ്. ആവേശമുള്ളവർ, ആഗ്രഹമുള്ളവർ, അതിയായ ആഗ്രഹമുള്ളവർ, കൂടിയേ തീരൂ, റിയലി 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 വാണ്ട്, എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ളവർ. ഒരു കാര്യം ശ്രദ്ധിച്ചേ, അകത്തോട്ട് പോകും തോറും റേറ്റ് കൂട്ടാൻ പറ്റും. ആണോ? അകത്തോട്ട് പോകും തോറും വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട്. ഈ ഔട്ടർ ലൈനിൽ നിൽക്കുന്നവർ നമുക്ക് റെസ്പെക്റ്റ് തരുമോ? തരുമോ? ഇവർ തരുമോ? ഇവർ തരുമോ? ഈ 3 കാറ്റഗറിയാണ് നമുക്ക് റെസ്പെക്റ്റ് തരുന്നത്. കസ്റ്റമർ അടുത്തുനിന്ന് പൈസ മാത്രം കിട്ടിയാൽ പോരാ, റെസ്പെക്റ്റും കിട്ടിയിരിക്കണം. കസ്റ്റമർ അടുത്തുനിന്നേ പൈസ മാത്രമാ കിട്ടുന്നെങ്കിൽ നമ്മുടെ കഴുത്ത് ഇവൻ്റെ കഷത്തായിരിക്കും. ഇവനൊരു തോന്നല, ഞാൻ കാരണമായി ഇവന്മാർ ജീവിക്കുന്നതെന്നൊരു തോന്നൽ. അതാർക്കാ? ഔട്ടർ ലെയറിലുള്ള 3 പേർക്ക്. ഇന്നർ ലെയറിലേക്ക് വരുമ്പോൾ അവരാവശ്യക്കാരാ. നമ്മൾ ഈ സർവീസ് അവന് കൊടുക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? അവൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവൻ നമ്മളുടെ അടുത്ത് റെസ്പെക്റ്റ് ചെയ്യും. എംപ്ലോയീസ് ആയാലും സ്റ്റാഫ് ആയാലും കസ്റ്റമർ ആയാലും നമ്മൾക്ക് റെസ്പെക്റ്റ് കിട്ടിയിരിക്കണം. നമ്മളല്ല കസ്റ്റമറെ നമുക്കൊരു ഫേവർ ചെയ്യുകയല്ല, നമ്മളാണ് കസ്റ്റമർക്ക് ഫേവർ ചെയ്യുന്നത്. ശരിയാണോ? ബൈ ഗിവിങ് ദം ആൻ എക്സലൻറ്റ് സർവീസ് ഓർ എ പ്രൊഡക്റ്റ് വി ആർ സെർവിങ് ദം. അവരല്ല, അവർ കാരണമല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കാരണം അവരാണ് ജീവിക്കുന്നത്. സോ വി ഷുഡ് ഗെറ്റ് റെസ്പെക്ട് ഫ്രം അവർ കസ്റ്റമർ. ആ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ യു ഷുഡ് ഫോക്കസ് ഓൺ ആഗ്രഹമുള്ളവർ, വാണ്ട്. അതിയായ ആഗ്രഹമുള്ളവർ, കൂടിയേ തീരൂ എന്നുള്ളവർ. ഈ 3 എടുത്ത് കളിച്ചാൽ നമുക്ക് പ്രീമിയം വിൽക്കാം, അൾട്രാ പ്രീമിയം വിൽക്കാം, നല്ല പ്രൈസിൽ വിൽക്കാം, നല്ല ലാഭത്തിൽ വിൽക്കാം, നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. ആരാണ് നല്ല കസ്റ്റമർ? ദാ കിടക്കുന്നു.